ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 24-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 23-ാം അധ്യായത്തിൽ 7 പെരുന്നാളുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. 24-ാം അധ്യായത്തിൽ ആദ്യം പറയുന്നത് ദേവാലയത്തിൽ കത്തിച്ചു വെക്കേണ്ടതായ ദീപത്തെക്കുറിച്ചാണ്. അവിടെ പറയുന്നു, അവിടെ ദേവാലയങ്ങളിൽ സമാഗമന കൂടാരത്തിൽ ദീപം നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അതിൽ ശുദ്ധമായ ഒലിവെണ്ണ ഒഴിച്ച് അത് കത്തിക്കണം. വെളിച്ചം ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ശിഷ്യന്മാരെ നോക്കി കർത്താവ് പറഞ്ഞു, നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമാണ്, അല്ലെങ്കിൽ അങ്ങനെ ആവണം. അന്ധകാരം ദൈവത്തിൽ നിന്ന് അകലുന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇത് സിംബോളിക്കായിട്ട് ചെയ്യുന്നതാണ്, പ്രതീകാത്മകമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ക്രൈസ്തവ സഭയിലും പുതിയ നിയമത്തിൽ ദേവാലയങ്ങളിൽ നമ്മൾ നിലവിളക്ക്, കിടാവിളക്ക്, അതുപോലെ തന്നെ മെഴുകുതിരിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ വിളക്ക് കത്തിക്കുന്നതിൻ്റെ സാഹചര്യം ഇതാണ്. മിക്കവാറും എല്ലാ മതങ്ങളും ദൈവസാമീപ്യമായി വെളിച്ചത്തെ കാണുന്നുണ്ട്. ഇവിടെ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തോടും പറയുന്നത് അതുതന്നെയാണ്. അവിടെ ആ നിരന്തരം ദൈവസാമീപ്യമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ തിരുസാന്നിധ്യ അപ്പത്തെക്കുറിച്ചാണ് പറയുന്നത്. നേരിയ മാവ് കൊണ്ട് 12 അപ്പങ്ങൾ ഉണ്ടാക്കണം. 6 വീതം 2 നിരകളിലായി അത് പൊന്മേശയിൽ വയ്ക്കണം. 12 അപ്പം 12 ഗോത്രപിതാക്കന്മാരെ പ്രതിയുള്ളതാണ്. അതിനടുത്ത് ഓരോ നിലയിലും ശുദ്ധമായ കുന്തിരിക്കം, അത് ദൈവികമായ സാന്നിധ്യത്തെയും വലിയ സുഗന്ധത്തെയാണല്ലോ കുന്തിരിക്കം സൂചിപ്പിക്കുന്നത്. ആ ഗോത്രപിതാക്കന്മാർക്കാണ് ദൈവം വാഗ്ദത്തങ്ങളൊക്കെ കൊടുത്തത്. അവരാണ് പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാർ. അവർ ദൈവസ്ഥലത്തിൽ എപ്പോഴും സുഗന്ധം പോലെ ആയിരിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാ ഇതിനും അവരുടെ ആ 12 അപ്പം എപ്പോഴും ആ പൊന്മേശയിൽ അവിടെ ഉണ്ടാവണം. എന്നിട്ട് പറയുന്നു, ശാബത്ത് തോറും മുടക്കം കൂടാതെ അഹ്റോൻ അത് ക്രമപ്പെടുത്തി വയ്ക്കണം. എന്നിട്ട് അത് ദൈവം സന്നിധിയിൽ അത് സമർപ്പിച്ച ശേഷം അഹ്റോനും മക്കളും അത് അനുഭവിക്കണം. പുതിയ നിയമത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതനും വിശ്വാസികളും എല്ലാവരും ആ പൗരോഹിത്യ ഗണത്തിൽപ്പെട്ടുകൊണ്ട് എല്ലാവരും അത് അനുഭവിക്കുന്നുണ്ട്. അത് ദഹനബലിയുടെ അതിവിശുദ്ധമായ അംശവും ശാശ്വതമായ അവകാശവുമാണ്. പൗരോഹിത്യമുള്ളവർക്കുള്ള അവകാശമാണ്. നമുക്ക് വിശുദ്ധ കുർബാന നമ്മുടെ അവകാശമാണ്. കർത്താവും നമ്മിലും നാം അവനിലും വസിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്, അവസ്ഥയാണത്. അപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന നമ്മൾ പ്രാർത്ഥനാപൂർവം വളരെ വിശുദ്ധിയോടുകൂടി നമ്മൾ അനുഭവിക്കുന്നതിന് കാരണം. അപ്പോൾ അതുപോലെ തന്നെ 12 അപ്പം അവിടെ വെച്ചതുപോലെ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ആ അപ്പത്തിലും 12 ഖണ്ഡങ്ങളുണ്ട്. അത് വിശ്വാസികൾ പലരും കാണാറില്ല. പുരോഹിതന്മാരാണല്ലോ അത് ഉപയോഗിക്കുന്നത്. 12 ഖണ്ഡങ്ങളായിട്ട് വേർതിരിക്കുന്നത് പുതിയ നിയമത്തിലെ 12 ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ഇനി 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ദൈവദൂഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് വായിക്കുന്നത്. ഇവിടെ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേൽക്കാരൻ ഒരു ഈജിപ്തുകാരിയെ, ഒരു മിസ്രൈംകാരിയെ വിവാഹം കഴിച്ചു. അതിൽ നിന്ന് ഒരു മകൻ ജനിച്ചു. അവനൊരു ഇസ്രായേൽക്കാരനുമായിട്ട് വഴക്കിട്ടപ്പോൾ അവനെ മോശയുടെ അടുത്ത് കൊണ്ടുവന്നു. മോശ ദൈവസന്നിധിയിൽ അവനെന്ത് ശിക്ഷ കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടി അവനെ സൂക്ഷിച്ചു വയ്ക്കുന്നു. അതിനുശേഷം മോശ കൊടുത്ത ശിക്ഷ ഇതാണ്. അവൻ പറഞ്ഞ ആ ദൂഷ്യവാക്കുകൾ ഒക്കെ കേട്ടവൻ എല്ലാവരും അവനെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി അവൻ്റെ തലയിൽ കൈവച്ചിട്ട് അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പം അവൻ ദൈവത്തെ ദുഷിച്ചു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ദൈവദൂഷണമായിരിക്കാം അവരോട് പറയാൻ കാരണമായിട്ട് തീർന്നത്. അപ്പം എല്ലാവരുടെയും സമ്മതത്തോടുകൂടി അവനെ കൊല്ലുന്നു എന്നതിനുള്ള സൂചനയായി പഴയ നിയമത്തിൽ കൊടുക്കുന്ന അതികഠിനമായ ശിക്ഷയാണ് പഴയ നിയമത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്ന് നമുക്കറിയാം.
ഇതിൽ പറയുന്ന ദൈവത്തെ ശപിക്കുന്നവൻ തൻ്റെ പാപം വഹിക്കണം, അവനെ കല്ലെറിയണം, അത് സ്വദേശിയായാലും വിദേശിയായാലും. അപ്പം അത്രമാത്രം ദൈവനാമത്തെ വിശുദ്ധമായി ഇസ്രായേൽ ജനം കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ഒക്കെ അങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സാഹചര്യം. പിന്നെ അതിന് ഇനി താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നത് പ്രതികാരത്തിൻ്റേതായ 17 വാക്യങ്ങൾ പ്രതികാരത്തിനുള്ള ചില നിയമത്തെക്കുറിച്ചാണ്. ഇത് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 27 വാക്യങ്ങൾ ഇത് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുകയാണ്. 1, കൊലപാതകം ചെയ്യുന്നവന് മരണശിക്ഷ കൊടുക്കണം. അതുപോലെ മൃഗത്തെ കൊല്ലുന്നവൻ ആ മൃഗത്തിന് പകരം മറ്റൊരു മൃഗത്തെ അതിൻ്റെ ഉടമസ്ഥന് ഇത് നൽകണം. ജീവന് പകരം ജീവൻ എന്നുള്ളതാണ്. അതുപോലെ ആരെങ്കിലും ഒരാൾക്ക് അംഗഭംഗം വരുത്തിയാൽ ആ വരുത്തിയവനും അംഗഭംഗം വരുത്തണം. അപ്പം അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ നിയമം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അംഗഭംഗം വരുത്തുകയല്ലാതെ അവനെ കൊന്നുകളയാൻ അവകാശമില്ല. അത് പാപം വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി മോശ മുഖാന്തരം കൊടുക്കുന്ന ഒരു നിയമമായി നമുക്കിതിനെ കാണാം. അപ്പം എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൂർണ്ണമായി ക്ഷമിക്കുന്ന ദൈവിക സ്നേഹമാണ് നമ്മുടെ കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നത്. കർത്താവ് പറയുന്നത് പഴയ നിയമത്തിൽ കേട്ടിട്ടുണ്ടല്ലോ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഞാനോ നിങ്ങളോട് പറയുന്നു അങ്ങനെ ചെയ്യരുത്. ഒരു ചേട് തടിക്കുന്നവന് മറുചേട് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ നമ്മുടെ കർത്താവ് പിന്നീട് വന്നപ്പം ലോകത്തെ പഠിപ്പിക്കുകയുണ്ടായി. അതാണ് യഥാർത്ഥമായ ദൈവിക സ്നേഹമെന്ന്. പഴയ നിയമത്തിൽ നമുക്കറിയാം ദൈവികമായ വെളിപ്പെടുത്തലുകൾ ഭാഗികമായതുകൊണ്ട് മനുഷ്യൻ ആ രീതിയിൽ മാത്രമേ അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ദൈവദൂഷണം പറയുന്നവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. ഇതൊക്കെയാണ് അതിനുള്ളതായ പ്രതികാരത്തിൻ്റെ നിയമങ്ങളായി കാണുന്നത്. പുതിയ നിയമത്തിൽ പ്രതികാര നിയമങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം പഴയ നിയമം ന്യായപ്രമാണ യുഗമാണ്. ഈ സംഭവങ്ങൾ നമ്മളിന്ന് ജീവിക്കുന്നത് കൃപായുഗമായതുകൊണ്ടാണ് പ്രതികാര നിയമങ്ങളൊന്നും ഇവിടെ ഇല്ല. എന്നാൽ അന്ത്യനിമിഷത്തിൽ ന്യായവിധിയുടേതായ ദിവസം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കവണ്ണം നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പൗലോസ്ലീഹായും നമ്മുടെ കർത്താവൊക്കെ പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ ഈ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, ഇതിൻ്റെയൊക്കെ ആന്തരിക മർമ്മങ്ങൾ മനസ്സിലാക്കി ഒരു നല്ല ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ